കസീംബായി ആണേ. ഇന്ന് രാവിലെ തന്നെയുള്ള വിശേഷം കേട്ടോ. ഇന്ന് പേരാവൂരിന്നാണ് ജോലിക്ക് വരുന്നത്. ഇതാ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുള്ളേ. കൊച്ചു വെളുപ്പംകാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയ മഞ്ഞുള്ള ഒരു കാലമൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര രസം കേട്ടോ ഇപ്പൊ പ്രകൃതിയെ കാണാന്. കുറെ പേര് വീണ്ടും വീണ്ടും ചോദിക്കുക പേരാവൂരാണോ വീടെന്ന്. അല്ല കേട്ടോ, എന്റെ വീട് കീഴ്പള്ളിയിലാണേ. മക്കളൊന്നും എന്റെ കൂടെ തന്നെ വന്നു. അവരെ മദ്രസയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അതാ ഇങ്ങോട്ട് പോരുവാണേ. ഇവിടുന്ന് ഇനി എന്റെ ജോലി സ്ഥലത്തോട്ട് എത്തണേല് 2 ബസ് മാറി കയറണം. കട്ട വെയിറ്റിംഗ് ആട്ടോ. കുറെ നേരം ഇരുന്നിട്ട് ബസ്സൊന്നും കാണുന്നില്ല. ഇവിടെ കടപ്പീടികളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ആകെ ചെറിയൊരു കുമ്മൂട്ടിയുണ്ട്. അവിടെ ചായയും പേപ്പറൊക്കെ മേടിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പേരാവൂര് പള്ളി. ഇരുന്നിരുന്ന അവസാനം സൂര്യകുട്ടൻ വരുന്ന സമയത്താട്ടോ നമ്മുടെ ബസ് എത്തിയത്. ഇവിടുന്ന് ഇനി ഇരിട്ടിക്ക് പോകണം. ഇരിട്ടിന്ന് നമ്മളെ എടൂരും പോകണം. അങ്ങനെ നമ്മൾ ജോലി സ്ഥലത്ത് എത്തുള്ളൂ കേട്ടോ. ഡയറക്റ്റ് ബസ്സൊന്നും ഇപ്പം ഈ സമയത്തില്ല. കിട്ടിയ ബസ്സിന് പാഞ്ഞു കയറിട്ടോ. മഞ്ഞിന്റെ ഇടയിൽ കൂടെ സൂര്യൻ ചിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ഞാൻ ഇരിട്ടിയിലെത്തിയേ. ഇരിട്ടിയിലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് കേട്ടോ രാവിലെയൊക്കെ ബസ് പുറപ്പെടുന്നത്. ബസ് സ്റ്റാൻഡിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് എല്ലാ ബസ്സും ക്യൂ ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ബസ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് കയറി കുത്തിയിരുന്നു കേട്ടോ. ഇരിട്ടി മൊത്തത്തിൽ ആകെ മാറിട്ടോ. നല്ല ചന്തമായി ഇപ്പൊ ഇരിട്ടിയില്. വലിയ റോഡുകളും നല്ല വഴിവിളക്കുകളൊക്കെ ആയിട്ട്. കാലം മാറുന്നതനുസരിച്ചേ നമ്മുടെ പട്ടണങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. നമ്മുടെ അഭിമാനമാണ് കേട്ടോ നമ്മുടെ ഇരിട്ടി എന്ന് പറയുന്നത്. നാട് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോഴേ ഞങ്ങൾ ഇരിട്ടിക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനമാണ് അല്ലേ. ഇത് നമ്മുടെ ഇരിട്ടിയിലെ മേലെ ബസ് സ്റ്റാൻഡ് ഭാഗമാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇരിട്ടിക്കുന്ന്. ഇരിട്ടിക്കുന്നിന് താഴെ റോഡരികിനോട് ചേർന്ന് നമ്മുടെ സുന്ദരിയായി നമ്മുടെ ഇരിട്ടിപ്പുഴ. ആഹാ, എന്ത് ചന്തമാണല്ലേ. നമ്മുടെ ഇരിട്ടിപ്പുഴയ്ക്ക് സൂര്യകുട്ടൻ വന്നപ്പോഴത്തേക്കും നല്ല സ്വർണ്ണ ഖനികളായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ. രാവിലത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹോ ഗെയ്സ്, ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ പുതിയ പാലത്തിൽ കൂടെയാണ് വരുന്നതെങ്കിലേ നമ്മുടെ പഴയ പാലം പ്രൗഢിയെ ഏറ്റവും എടുത്തുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഇരിക്കുന്ന ഈ സൈഡ് ആയതുകൊണ്ടേ എൻ്റെ പഴയ പാലം കാണിച്ചു തരാൻ പറ്റിയില്ല. വെരി സോറി. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലോ അല്ലെ നമ്മുടെ KSRTC ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാഴ്ച കണ്ട് കാറ്റ് കൊണ്ടുപോകുന്ന സുഖമുണ്ടല്ലോ, അത് നമുക്ക് വേറൊരു വാഹനത്തിൽ കിട്ടില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി പറഞ്ഞതാണേ. കാര്യം എനിക്ക് മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതായിരിക്കും അല്ലേ. നമ്മുടെ നാട് ഇരിട്ടിയാണെങ്കിലേ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ നാട് എവിടെയാണെന്ന് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കസീംബായി അടുത്ത വീഡിയോ വരാം. ടാറ്റ.